കോമ്പാക്ഷൻ ടെസ്റ്റിൽ ഒരു സോയിൽ മൗൾഡിൽ ഫില്ല് ചെയ്യാണ്, കോമ്പാക്ട് ചെയ്ത് മൗൾഡ് ചെയ്യാണ്. അപ്പോൾ വെറ്റ് മാസാണ് ഇതിൽ ഫില്ല് ചെയ്തത്. അതിൻ്റെ വെയിറ്റ് 1.85 ആയിരുന്നു, 855 ആയിരുന്നു. ആ മൗൾഡിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 9.945 ലിറ്റേഴ്സാണ്. ആ സോയിൽ ഉണ്ടായിരുന്ന വാട്ടർ കണ്ടൻറ്റ് 16% ആണ്. അങ്ങനെയാണെങ്കിൽ ഡ്രൈ ഡെൻസിറ്റി കാണണം, വോയിഡ് റേഷ്യോ കാണണം, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ കാണണം. ഇതാണ് ക്വസ്റ്റ്യൻ. തനിയെ ചെയ്യും. മോൾഡിന്റെ കപ്പാസിറ്റി 0.945 അല്ലേ? 0.945 ലിറ്റേഴ്സ്. ഓക്കെ. ഒരു കോമ്പാക്ഷൻ ടെസ്റ്റ് ഒരു സോയിലാണ്. മാസ് തന്നിട്ടുണ്ട് സോയിലിൻ്റെ 1.855 കിലോഗ്രാം ആണ്. വാട്ടർ കണ്ടൻറ്റ് തന്നിട്ടുണ്ട് 16% ആയിരുന്നു. അതായത് വെറ്റ് സോയിൽ എന്ന് പറയാൻ കാരണം അതിനകത്ത് 14% വാട്ടർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ടാണ്. മൗൾഡിൻ്റെ വോളിയം തന്നിട്ടുണ്ട് 0.945 ലിറ്റേഴ്സാണ്. അപ്പം അതിനെ മീറ്റർ ക്യൂബിലേക്ക് ആക്കി എഴുതുക. 0.945 ഇൻറ്റു 10⁻³ മീറ്റർ ക്യൂബ്. സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട് 2.68. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ ഡ്രൈ ഡെൻസിറ്റി കാണാനാണ്. എങ്ങനെ കണ്ടുപിടിക്കാം? ഗാമ ഡി അതിനുള്ള ഇക്വേഷൻ ഗാമ അല്ല റോഡി ടേബിളിലുണ്ട്. നിങ്ങൾ ആ ടേബിൾ നോക്കിയാൽ മതി. 0w/1 + c. അപ്പോൾ ഇല്ലല്ലോ. ρ/1 + w കണ്ടോ? റോ എങ്ങനെ കാണാം? മാസ് ബൈ വോളിയം ചെയ്താൽ റോ കിട്ടും. ദെൻ വാട്ടർ കണ്ടൻറ്റ് തന്നിട്ടുണ്ട്. അപ്പം ഡ്രൈ ഡെൻസിറ്റി കിട്ടും. അവിടെ നിങ്ങൾ ആ വെറ്റ് സോയിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ പണി പാടും. വെറ്റ് സോയിൽ ആകുമ്പോൾ എന്ത് ചെയ്യും? സോയിലാണ് മാസാണ്. വെറ്റ് സോയിൽ ആയിക്കോട്ടെ, ആ മാസാണ് തന്നേക്കണേ. കിട്ടിയോ ഡ്രൈ ഡെൻസിറ്റി? കിലോഗ്രാമിൽ തന്നെയല്ലേ വരണം? ഒരു മാറ്റം ഉണ്ടല്ലോ? ഇല്ല. സീരീസ് എക്സാമിൻ്റെ ഷെഡ്യൂൾ ഗ്രൂപ്പിലിട്ടുണ്ടായിരുന്നു. ഓൾറെഡി എല്ലാവരും കണ്ടായിരുന്നല്ലോ അല്ലേ?
വെയിറ്റുകൾ 1.5 മൊഡ്യൂൾ എത്തുള്ളായിരിക്കും. നോക്കട്ടെ, 2 ഇടാൻ സാധ്യതയില്ല. മിസ്സേ, ഈ വാക്കുകളും ചിഹ്നങ്ങളും തമ്മിൽ കണക്ട് ചെയ്യാൻ എന്തെങ്കിലും എളുപ്പവഴിയുണ്ടോ? എളുപ്പവഴിയൊന്നുമില്ല. ഈ ഡ്രൈ ഡെൻസിറ്റി, വോയിഡ് റേഷ്യോ എന്നൊക്കെ പേരുമ്പോൾ നമ്മൾ സിമ്പിളായിട്ടാണല്ലോ ഈ ഫോർമുല ചെയ്യണേ. അത് തമ്മിൽ ഇന്റർ കണക്ട് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ റോ, അതിൻ്റെ സിമ്പിള് നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. പെട്ടെന്ന് അങ്ങനെ സിമ്പിളൊക്കെ ഓർക്കാൻ പാകത്തിന് ഇത് ചെയ്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി പഠിക്കും. നമ്മൾ യൂസ്ഡ് ആകുമ്പോൾ അത് പതുക്കെ പഠിക്കും. അങ്ങനെയാണ് ഇത് പഠിക്കാൻ പറ്റുള്ളൂ. പെട്ടെന്നൊന്നും നമുക്ക് കാണാതെ പഠിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളിത് കുറച്ച് പ്രോബ്ലം പിന്നെ കണ്ടിന്യൂസ് കേൾക്കുന്നില്ലാത്തതിൻ്റെ ഒരു പ്രശ്നം വരാം. നിങ്ങൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് തന്നെ കുറച്ച് എഫോർട്ട് ഇടണം ഇതിന് മാത്രമല്ല കേട്ടോ, എല്ലാ സബ്ജക്റ്റിനും. ഇപ്പോഴാണ് കിട്ടിയത് 1692.2 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇനി എന്താ ചോദിച്ചിരിക്കണേ? ഡ്രൈ ഡെൻസിറ്റി, പിന്നെന്തായിരുന്നു? വോയിഡ് റേഷ്യോ. അപ്പം ഡ്രൈ ഡെൻസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ വോയിഡ് റേഷ്യോ കാണാനൊരു ഇക്വേഷൻ ഉണ്ട്. റോ ഡി ഈസ് ഈക്വൽ ടു നേരത്തെ പറഞ്ഞ ജി റോ ഡബ്ല്യു ബൈ 1+c. അതിൽ റിലേഷനിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കണ്ടുപിടിക്കാം. ജി റോ ഡബ്ല്യു ബൈ റോ ഡി -1. സിംപ്ലിഫൈ എഴുതിയതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയതാണ്. അപ്പോൾ ആ റിലേഷനിൽ നിന്ന് നമുക്ക് വോയിഡ് റേഷ്യോ കണ്ടുപിടിക്കാം. So 0.5837. 0.58. ഇവിടെ വാല്യൂ 0.583 അല്ലെങ്കിൽ 4. ഇനി അടുത്തത് എന്തായിരുന്നു ചോദിച്ചായിരുന്നു? ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എപ്പോൾ ചോദിച്ചാലും ഈ ഇക്വേഷൻ ഇൻഡസ് ഇസ് ഈക്വൽ ടു ജി ഡബ്ല്യു ഇൻറ്റു ജി. ഇയും ജിയും അറിയാമെങ്കിൽ നമ്മൾ മോസ്റ്റ് പ്രോബബ്ലി യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്. അപ്പം ഡബ്ല്യു ഇൻറ്റു ജി ബൈ എസ് എന്ന്, സോറി ഇ. പെർസെൻറ്റേജിൽ എഴുതാം. 73.9%. കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ലാസ്റ്റ് ഒരു സാധനം അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ്സ് അല്ലേ? അതായത് NA, അതാണ് പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ്സ്. നിങ്ങളുടെ ടേബിളിൽ റിലേഷനിൽ നോക്കാം. നമുക്കിപ്പോൾ കണ്ടുപിടിച്ച കുറേ സാധനങ്ങളുണ്ട്, ക്വസ്റ്റ്യൻ തന്ന കുറേ സാധനങ്ങളുണ്ട്. ഇത് വെച്ചിട്ട് NAക്ക് ഒരേ ഒരു ഇക്വേഷനേ ഉള്ളൂ. ആ ഇക്വേഷൻ
എന്താന്ന് നോക്കുക. റോ ഡി ഈസ് ഈക്വൽ ടു 1 മൈനസ് എൻ എ ഇൻറ്റു ജി റോ ഡബ്ല്യു ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഡബ്ല്യു ഇൻറ്റു ജി അല്ലെങ്കിൽ ജി ഡബ്ല്യു. ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ട്. ആ റിലേഷനിൽ നിന്ന് എൻ എയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ഡബ്ല്യു ഇൻറ്റു ജിക്ക് പകരം എസ് സി എന്ന് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ എത്ര ക്ലാസ്സിൽ ചെയ്താലും ദയവ് ചെയ്ത് ഇത് ഇക്വേഷനും കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ വേറെ എവിടെയെങ്കിലും എഴുതി വയ്ക്കുക. എന്നിട്ട് തനിയെ ചെയ്യാൻ പറ്റുമോ എന്ന് ചെയ്ത് നോക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഇക്വേഷൻസ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്നും തനിയെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോയെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ സെയിം പ്രോബ്ലം മാക്സിമം ചെയ്ത് നോക്കുക. ഇതല്ലാതെ എക്സ്ട്രാ കിട്ടുമെങ്കിൽ അത് കിട്ടും. കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ടെക്സ്റ്റിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾക്ക് ലൈബ്രറിയിൽ നിന്ന് അക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻ ആയതല്ലേ കഴിഞ്ഞ പ്രാവശ്യം തന്നെ. നിങ്ങളുടെ ടാഗ് മതി, ID കാർഡ് മതി. ടെക്സ്റ്റ് ബുക്സ് അവൈലബിൾ ആണ് ലൈബ്രറിയിൽ. ആവശ്യമുള്ളവർക്ക് ടെക്സ്റ്റ് ബുക്സ് എടുക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നോക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ക്രോസ് മൾട്ടിപ്ലൈ.
കിട്ടിയോ? ഉം 9.78%. 9.78%. കിട്ടിയില്ലേ? ആ റോഡി എത്ര കിട്ടിയിരുന്നത്? റോഡി ആദ്യം കിട്ടിയത് 1692. അല്ല റോഡി അത്രയാണോ? 1692.2. ശരി. കിട്ടിയില്ലേ? ഹലോ, ഇല്ല കിട്ടിയില്ല. എവിടെയാണ് തെറ്റിപ്പോയേ? കാൽക്കുലേഷൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും. അപ്ലൈ ആയിട്ട് കിട്ടുന്നില്ല. റോഡി ഈസ് ഈക്വൽ ടു 1 - n into നോക്ക്, 0 w by 1692 വരും. 1 - n 2.68. റോ ഡബ്ല്യു 1000 ആണ്. ദെൻ സിംപ്ലിഫൈ ചെയ്ത 1 - n അവിടെ നിർത്തി ബാക്കിയുള്ള ടേംസ് എല്ലാം റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ 9.8% എന്ന് കിട്ടും. റോ ഡബ്ല്യു 1000. ഗാമ ഡബ്ല്യു ആണ് 10. റോ ഡബ്ല്യു ഡെൻസിറ്റി ആണ്, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. റോ 1962.96 കിട്ടിയായിരുന്നു. റോഡി അല്ല, റോ ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം അല്ലേ? അപ്പൊ അത് വെച്ചിട്ട് 1962.96 കിട്ടിയായിരുന്നു റോ അല്ലല്ലോ. റോഡി 1962.96 by 1.16 ആണ് റോഡി. റോഡിയുടെ ആൻസർ 1692.2. അതെ, അതിൽ റോ ആദ്യം കണ്ടുപിടിച്ചായിരുന്നു. റോഡ് ആവശ്യമില്ല നമുക്ക്, റോ ഡബ്ല്യു പിന്നെ ഉള്ളത്. റോഡി മതി നമുക്ക്. അല്ല, റോഡി ഈസ് ഈക്വൽ ടു റോ ബൈ 1 + w അല്ലേ? അത് വേണ്ടല്ലോ, നമുക്ക് പെർസെന്റേജ് ഓഫ് എയർ അല്ല, ഇപ്പോഴല്ല മുൻപ് കണ്ടുപിടിച്ചപ്പോ അത് റോ ബൈ 1 + w ആണ്. റോ ചെയ്യുമ്പോൾ m/v. റോ കണ്ടുപിടിച്ചിട്ടാണ് 1 + w കൊണ്ട് ഡിവൈഡ് ചെയ്തത്. ഞാൻ ഒരുമിച്ച് ചെയ്തേ. അപ്പം റോഡി എന്ന് പറഞ്ഞാൽ 1962 കിട്ടും, 1692.2 കിട്ടും. അതെ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അല്ല, അപ്പൊ ഈ റോ ഡബ്ല്യൂവിൽ ആ റോയാണ് എടുത്തത്. റോ ഡബ്ല്യു എന്താണ്? ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്.
അതിന് 1000. ആ 1000. റോ എന്ന് പറഞ്ഞാൽ സോയിലിൻ്റെ ബൾക്ക് ഡെൻസിറ്റിയാണ്. റോ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വാട്ടറിൻ്റെ ഡെൻസിറ്റിയാണ്. അവിടെയാണ് തെറ്റിക്കല്ലേ. എല്ലാവർക്കും കിട്ടിയോ? ബാക്കി എല്ലാവർക്കും? ഓക്കെ. മധുസൂന് കിട്ടിയോ? മിസ്റ്റേക്ക് മനസ്സിലായോ? മനസ്സിലായി. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു ക്വസ്റ്റ്യനോട് ചെറിയ ക്വസ്റ്റ്യൻ അതുകൂടെ ചെയ്തിട്ട് ഞാൻ ബ്രേക്ക് തരാവേ. പിന്നെ ഒരു 3 1 2 3 4 മാക്സിമം ഇന്ന് തീർക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇന്നും കൊണ്ട് ഞാൻ ഈ പ്രോബ്ലം ചെയ്യണം നിർത്താണ്. കാരണം അല്ലെങ്കിൽ നമ്മുടെ പോർഷൻ തീരില്ല. പിന്നെ ഇനി എത്ര പ്രോബ്ലം ചെയ്യിക്കാൻ പറ്റുമോ അത് വെച്ച് ഞാൻ നിർത്താണ്. അഡീഷണലി ഉള്ളത് നിങ്ങൾ നോക്കുക. നോക്കട്ടെ. കിട്ടിയോ? ഞാൻ അടുത്ത് പറഞ്ഞോട്ടെ. 9.8 കിട്ടിയില്ലേ? മസൂദിന് ഓക്കെ ആണോ? കിട്ടിയോ? കിട്ടി. ഈ ഒരു ചെറിയ ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് ഞാൻ ബ്രേക്ക് തരാം. കാണാമോ? ക്ലിയർ ആണോ? അത് ഞാൻ വായിക്കാം. A saturated soil sample has a water content of 40%. If specific gravity of solid is 2.67, determine void ratio, saturated density, submerged density. എഴുതിയോ ക്വസ്റ്റ്യൻ? ഒരു സാച്ചുറേറ്റഡ് സോയിലുണ്ട്, വാട്ടർ കണ്ടൻറ്റ് 40%, സ്പെസിഫിക് ഗ്രാവിറ്റി 2.67, വോയിഡ് റേഷ്യോ കാണണം, സാച്ചുറേറ്റഡ് ഡെൻസിറ്റി കാണണം, സബ്മേർജ്ഡ് ഡെൻസിറ്റി കാണണം. ക്വസ്റ്റ്യൻ എഴുതിയോ? ഓക്കെ. ഒരു സോയില് സാച്ചുറേറ്റഡ് സോയിലാണെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഫുള്ളി സാച്ചുറേറ്റഡ് എന്ന് പറയുകയാണ്. വാട്ടർ കണ്ടൻറ്റ് സാച്ചുറേഷൻ എത്രയാണെന്ന് പറയാത്ത സ്ഥിതിക്ക് നമ്മളത് ഫുള്ളി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള അസംഷനിലാണ് ചെയ്യണത്. അപ്പോൾ 40% വാട്ടർ കണ്ടൻറ്റ്, സ്പെസിഫിക് ഗ്രാവിറ്റി 2.68. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വോയിഡ് റേഷ്യോ കാണാനാണ് ഫസ്റ്റ് പാർട്ട്. അപ്പം വോയിഡ് റേഷ്യോ കാണാനായിട്ട് E ഇൻറ്റു S ഈസ് ഈക്വൽ ടു W ഇൻറ്റു G എന്ന് യൂസ് ചെയ്യുക. അതിൽ S ഈസ് ഈക്വൽ ടു 1 ആണെന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പം E ഈസ് ഈക്വൽ ടു W ഇൻറ്റു G വെച്ച് വോയിഡ് റേഷ്യോ കണ്ടുപിടിക്കാം.
ഇതിൻ്റെ വാല്യൂ 1.068. 068. ഇനി എന്താ ചോദിച്ചേക്കണേ? സാച്ചുറേറ്റഡ് ഡെൻസിറ്റിയാണ് റോ സാറ്റ്. ഈ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് റോ സാറ്റ് കാണാനൊരു റിലേഷൻ ഉണ്ട്. G plus C by 1 plus C into rho W. അതാണ് G plus C by 1 plus C into rho W. അത് ചെയ്യുമ്പം റോ സാറ്റ് കിട്ടും. കിട്ടിയോ? 1807. ഇനി റോ ഡാഷ് സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ്. അത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒരു ഇക്വേഷൻ ഉണ്ട് G-1/1 + C ഇൻറ്റു റോ ഡബ്ല്യു. ഓക്കെ, ഈ ഇക്വേഷൻ വെച്ച് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് റോ സാറ്റ് മൈനസ് റോ ഡബ്ല്യു ചെയ്താൽ മതി. ഓക്കെ, സാച്ചുറേറ്റഡും യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടറും അറിയാം. സാച്ചുറേറ്റഡ് ഡെൻസിറ്റിയും വാട്ടറിൻ്റെ ഡെൻസിറ്റി അറിയാമെങ്കിൽ അത് തമ്മിൽ കുറച്ചാൽ സബ്മേർജ്ഡ് കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തും ചെയ്യാം. എങ്ങനെ ചെയ്താലും നമുക്ക് മാർക്ക് കിട്ടും. സെയിം ആൻസറും ആയിരിക്കും. കിട്ടിയോ? 807.54 എന്ന് കിട്ടും. രണ്ട് രീതി ചെയ്താലും സെയിം ആൻസർ കിട്ടും. കിട്ടിയോ? Yes, yes. Yes, കിട്ടി. Yes, yes, yes. ഓക്കെ. Madam. മാം ഇത് ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ ഈ പ്രോബ്ലം? ഇതിന്റെ എല്ലാം നോട്ട് ഉണ്ട് 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 എല്ലാം. അടുത്ത ക്വസ്റ്റ്യൻ എഴുതാമോ?
ഓക്കെ, എഴുതിയോ? കൃഷ്ണ എഴുതിയോ? Yes. Okay. A soil has a porosity of 40% and specific gravity of solids 2.65 and water content is 12%. Determine mass of water required to be added to 100 m³ of this soil sample for full saturation. ഒരു സോയിലുണ്ട്, 40% ആണ് പോറോസിറ്റി, സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട് 2.65 ആണെന്നും വാട്ടർ കണ്ടന്റ് 12% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ് 100 m³ സാമ്പിള് ഫുള്ളി സാച്ചുറേറ്റഡ് ആവാൻ എത്രമാത്രം വാട്ടർ നമ്മൾ ആഡ് ചെയ്യണം? ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? Yes. ഓക്കെ, അപ്പം എങ്ങനെ ചെയ്യും? പോറോസിറ്റി അറിയാം 40% ആണെന്ന്, ജി അറിയാം 2.65 ആണോ 68 ആണോ? 6.5. 6.65. വാട്ടർ കണ്ടന്റ് 12%. ഇത്രയാണ് അറിയണത്. 100 m³ സാമ്പിള് ഫുള്ളി സാച്ചുറേറ്റഡ് ആവാൻ എത്ര എമൗണ്ട് വാട്ടർ ആഡ് ചെയ്യണം? മിസ്, പൊറോസിറ്റി വെച്ച് വോൾട്ട് റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റില്ലേ? ആ വോൾട്ട് റേഷ്യോയില് മൊത്തം വെള്ളമായി കഴിഞ്ഞാൽ ഫുള്ളി സാച്ചുറേറ്റഡ് ആവുമല്ലോ. കറക്റ്റാണ്, അങ്ങനെ ചെയ്യണം. ഇതാരാ പറഞ്ഞത്? എനിക്ക് ആളെ കാണാൻ പാടില്ല കേട്ടോ. ആരാ പറഞ്ഞേ? ജിജോ. ആ, ജിജോയ. ഞാൻ ഓർത്തു ആള് തന്നെയാണ്. സൗണ്ട് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സംശയം, അതാണ് ചോദിച്ചത്. ജിജോ പറഞ്ഞ കറക്റ്റാണ്. നമുക്കൊരു സാമ്പിൾ ഉണ്ട്, അത് എത്ര ഇതാണെന്ന് നമുക്ക് അറിയില്ല, എത്ര വോളിയം ഉണ്ട് എന്ന് നമുക്ക് അറിയില്ല. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കണ 100 m³ സാമ്പിള് 100 m³ സോയിലിൽ സാച്ചുറേഷൻ ആക്കാൻ എത്ര വാട്ടർ വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഒരു സോയിൽ സാമ്പിൾ അത് എത്ര വോളിയം ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? സോളിഡ് ഉണ്ടാവും, വോയിഡും കാണും. അപ്പോൾ ആ വോയിഡിൽ എന്തുണ്ട്? എയറും കാണും, വാട്ടറും കാണും. അപ്പം ആ വാട്ടർ ഓൾറെഡി ഉണ്ട്, കുറച്ച് പോർഷൻ എന്താണ് വോയിഡിൽ? എയറാണ്. അപ്പോൾ ആ എയറിൻ്റെ വോളിയവും കൂടെ കംപ്ലീറ്റ്ലി വാട്ടർ വെച്ച് ഫില്ല് ചെയ്താൽ എന്താകും? സോയിൽ ഫുള്ളി സാച്ചുറേറ്റഡ് ആവും. ക്ലിയർ ആയോ? ഒരു സാമ്പിൾ ഉണ്ട്, അതിൻ്റെ വോളിയം വി ആണെന്ന് വിചാരിക്കുക. ആ വോളിയത്തിൽ എന്തൊക്കെയുണ്ട്? വോളിയം ഓഫ് സോളിഡും ഉണ്ട്, വോളിയം ഓഫ് വോയിഡും ഉണ്ട്. ഓക്കെ, ഒരു സാമ്പിൾ വോളിയം വി ആണെങ്കിൽ ആ സാമ്പിളിൽ വോളിയം ഓഫ് സോളിഡും ഉണ്ട്, വോളിയം ഓഫ് വോയിഡും ഉണ്ട്. ഓക്കെ, വോളിയം ഓഫ് വോയിഡ് എന്ന് പറയുന്നത് എന്താണ്? വോളിയം ഓഫ് എയർ പ്ലസ് വോളിയം ഓഫ് വാട്ടർ ആണ്. ഈ തന്നിരിക്കുന്ന വോളിയം ഫുള്ളി സാച്ചുറേറ്റഡ് ആവണമെങ്കിൽ എന്താകണം? ഈ എയറിൻ്റെ വോളിയം എന്തോരം ആണോ അതും കൂടെ എന്താവണം? വാട്ടർ വെച്ച് ഫില്ലാവണം. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കാം? ആ തന്ന സാമ്പിള് കംപ്ലീറ്റ്ലി സാച്ചുറേറ്റഡ് ആവും. ക്ലിയർ ആയോ? ഹലോ. Yes ma'am, clear ആയി. ഓക്കെ, അപ്പോൾ ഇനി ഇത് എങ്ങനെ ചെയ്യും? നമുക്ക് എത്ര വോളിയം സാമ്പിൾ ഉണ്ടെന്ന് അറിയില്ല, 100 m³ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതെന്ന് അറിയാം. അപ്പം നമ്മൾ എങ്ങനെ ചെയ്യും ഇത്? നമുക്ക് ഇവിടെ ഈ വോളിയം ഓഫ് എയറും വോളിയം ഓഫ് വാട്ടറും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എത്ര എമൗണ്ട് ഓഫ് വാട്ടർ ആഡ് ചെയ്യണം എന്നുള്ളത്. അതപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും? അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യും വോളിയം ഓഫ് സോളിഡ് എന്ന് പറയുന്നത്
1 m³ ആണെന്ന് അസ്യൂം ചെയ്യും. ക്ലിയർ ആയോ? നമുക്ക് എവിടെയെങ്കിലും ഇത് തുടങ്ങണമല്ലോ. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യാണ് സോളിഡ്സിൻ്റെ വോളിയം, നമുക്ക് തന്നിരിക്കുന്ന സാമ്പിളിലെ സോളിഡ്സിൻ്റെ വോളിയം 1 m³ ആണെന്ന് അസ്യൂം ചെയ്യും. ഓക്കെ, ആ സോളിഡ്സിൻ്റെ വോളിയം 1 m³ ആണ് എങ്കിൽ എത്രമാത്രം വോളിയം ഓഫ് വോയിഡ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ക്ലിയർ ആയോ? സോളിഡിൻ്റെ വോളിയം 1 m³ ആണെങ്കിൽ എത്രമാത്രം വോയിഡിൻ്റെ വോളിയം ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാമോ? എങ്ങനെ കണ്ടുപിടിക്കാം? പോറോസിറ്റി തന്നിട്ടുണ്ട്, അപ്പം ഇ കണ്ടുപിടിക്കാം. എങ്ങനെ? n/1 - n വെച്ച്. അപ്പോൾ നമുക്ക് ഇ കിട്ടും. ഇ എന്താണ്? വോളിയം ഓഫ് വോയിഡ് ബൈ വോളിയം ഓഫ് സോളിഡാണ്. അപ്പം ഇയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വോളിയം ഓഫ് വോയിഡ് കിട്ടും. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ. ഇനി വോളിയം ഓഫ് വോയിഡ് കിട്ടി. വോളിയം ഓഫ് വോയിഡ് എന്ന് പറയുന്നത് എന്ത് കൂടുന്നതാണ്? എയറും വാട്ടറും കൂടെ കൂടുന്നതാണ്. ക്ലിയർ ആയോ? യെസ്. അതിൽ വാട്ടറിൻ്റെ വോളിയം കണ്ടുപിടിക്കാനായിരിക്കും നമുക്ക് എളുപ്പം, കാരണം വാട്ടർ കണ്ടൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് വാട്ടർ കണ്ടൻറ്റ് തന്നിരിക്കുന്ന സ്ഥിതിക്ക് വോളിയം ഓഫ് വാട്ടർ കണ്ടുപിടിച്ചാൽ എന്ത് കണ്ടുപിടിക്കാം? വോളിയം ഓഫ് എയർ കിട്ടും. അപ്പോൾ അത്രയും എയർ വോളിയവും കൂടെ വാട്ടർ വെച്ച് ഫില്ല് ചെയ്താൽ എന്ത് കിട്ടും? ടോട്ടൽ വോളിയം വിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാച്ചുറേറ്റഡ് ആക്കാൻ പറ്റും. വോളിയം ഓഫ് സോളിഡ് അറിയാം, വോളിയം ഓഫ് വോയിഡും കിട്ടും. ഓക്കെ, അപ്പോൾ ടോട്ടൽ വോളിയം എത്രയുണ്ടായിരുന്നു നമുക്ക് കിട്ടും. ആ വോളിയത്തിൽ എയറിൻ്റെ വോളിയം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്താൽ ആ വോളിയം ഓഫ് വാട്ടർ ആഡ് ചെയ്താൽ, അത്രയും വോളിയം ഓഫ് വാട്ടർ ആഡ് ചെയ്താൽ ആ വി വോളിയത്തിൽ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും, ഫുള്ളി സാച്ചുറേറ്റഡ് ആക്കാൻ പറ്റും. ക്ലിയർ ആയോ? വോളിയം ഓഫ് സോളിഡ് 1 ആണെന്ന് അസ്യൂം ചെയ്തു. വോളിയം ഓഫ് വോയിഡ് നമ്മൾ എന്തെന്ന് ചെയ്തു? പോറോസിറ്റി തന്നേക്കണോണ്ട് വോയിഡ് റേഷ്യോ വെച്ച് നമ്മൾ കണ്ടുപിടിച്ചു. വോളിയം ഓഫ് വോയിഡ് എന്ന് പറയുന്നത് എന്താണ്? വോളിയം ഓഫ് എയറും വാട്ടറും ആണ്. അതിൽ വാട്ടറിൻ്റെ വോളിയം നമുക്ക് കണ്ടുപിടിക്കാം. വാട്ടറിൻ്റെ വോളിയം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വോളിയം ഓഫ് എയറും കിട്ടും. അതെന്തിൻ്റെ വോളിയമാണ്? ടോട്ടൽ വോളിയം വി ആണ്. ആ വിയിൽ വി എസ് അറിയാം, വി ഡബ്ല്യു കിട്ടും, വി എയും കിട്ടും. അപ്പോൾ ആ വി എയുടെ വാല്യൂ എത്രയാണോ അതും കൂടെ വാട്ടർ ആഡ് ചെയ്താൽ നമുക്ക് എന്താണ്? വി എന്ന് പറയുന്ന വോളിയം ഫുള്ളി സാറ്റിസ്ഫൈഡ് ആവും, ഫുള്ളി സാച്ചുറേറ്റഡ് ആവും. ഓക്കെ, അപ്പോൾ വി വോളിയം സാച്ചുറേറ്റഡ് ആവാൻ ഇത്ര എമൗണ്ട് ഓഫ് വാട്ടർ ആണ് വേണ്ടതെങ്കിൽ 100 m³ സാമ്പിൾ സാറ്റിസ്ഫൈ ചെയ്യാൻ എത്ര എമൗണ്ട് ഓഫ് വാട്ടർ വേണമെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? ക്ലിയർ ആയോ? അങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ ഇത് എഴുതുക, N എഴുതുക, G എഴുതുക, W എഴുതുക, എന്നിട്ട് എഴുതുക. Let us assume Vs be the volume of solid and is equal to 1 m³. Total volume of, let us assume Vs is equal to volume of solids, which is equal to 1 m³. Therefore, total volume of the soil is equal to Vs plus Vv.
ആൻഡ് വോളിയം ഓഫ് വോയിഡ് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് എയർ പ്ലസ് വാട്ടർ. അതും എഴുതി വയ്ക്കാം. Then given n is equal to 40%, therefore E is equal to ഇങ്ങനെ കണ്ടുപിടിക്കാം. ഈയുടെ വാല്യൂ എത്രയാണ് വന്നതെന്ന് പറ. 0.66 റൗണ്ട് ചെയ്ത് 0.67 എഴുതിക്കോ, കുഴപ്പമില്ല. ഈ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കണ്ടുപിടിക്കാം? വോളിയം ഓഫ് വോയിഡ് കാണാം. വി ഹാവ് E is equal to VV by VS, therefore VV is equal to E into VS. എത്ര കിട്ടി? 0.67 തന്നെയല്ലേ? Yes. ഓക്കെ. therefore total volume V is equal to എത്ര വരും? 1 plus 0.67 അല്ലേ? ഇത് മനസ്സിലായില്ലല്ലോ. ടോട്ടൽ വോളിയം എത്രയാണ്? വോളിയം ഓഫ് സോളിഡ് പ്ലസ് വോളിയം ഓഫ് വോയിഡ് ആണ്. സോളിഡ് എത്രയാണ്? സോളിഡ് 1 ആണ്. വി വി 0.67 ആണ്. അപ്പം ടോട്ടൽ വോളിയം ഓഫ് ദി സാമ്പിൾ എന്ന് പറയുന്നത് 1.67 ആണ്. ഓക്കെ. ഇതിൽ ഇനി എത്രത്തോളം എയറിന്റെ വോളിയം ഉണ്ട്? വാട്ടർ കണ്ടന്റ് 12% തന്നിട്ടുണ്ടല്ലോ. വാട്ടർ കണ്ടന്റ് കഴിച്ച അല്ല, അത്രയും ചിന്തിക്കണ്ട. എങ്ങനെ കണ്ടുപിടിക്കാം? വി വി എന്ന് പറഞ്ഞാൽ എന്താണ്? വി എ പ്ലസ് വി ഡബ്ല്യു ആണ്. വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കണം. എങ്ങനെ ചെയ്യണം? വാട്ടർ കണ്ടന്റ് തന്നിട്ടുണ്ടല്ലോ മാം, 12%. വി ഡബ്ല്യു കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വി എ കണ്ടുപിടിക്കാം. ഇനി വി ഡബ്ല്യു എങ്ങനെ കാണും? ഇനി വി ഡബ്ല്യു കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും? വി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് വാട്ടർ ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് എനിക്ക് എഴുതാലോ. ഇല്ലേ? വോളിയം ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് വാട്ടർ ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് എനിക്ക് എഴുതാൻ പാടില്ലേ? ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം അല്ലേ? മനസ്സിലായോ? അതായത് മുൻപത്തെ പ്രവർത്തനത്തിൽ ചെയ്താണല്ലോ. ഇനി മാസ് ഓഫ് വാട്ടർ അറിയാമോ? വാട്ടർ കണ്ടന്റ് തന്നിട്ടുണ്ട് 12%. അങ്ങനെയാണെങ്കിൽ മാസ് ഓഫ് വാട്ടർ കാണാൻ പറ്റുമോ? W ഇൻറ്റു MS ആയിരിക്കും അല്ലേ? വാട്ടർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് വാട്ടർ ബൈ മാസ് ഓഫ് സോളിഡ്സ് ആണ്. അപ്പം വാട്ടർ കണ്ടന്റ് അറിയാമെങ്കിൽ മാസ് ഓഫ് വാട്ടർ കണ്ടുപിടിക്കാം. ക്ലിയർ ആയോ? പക്ഷെ മാസ് ഓഫ് സോളിഡ് അറിയോ? ഇല്ല. മാസ് ഓഫ് സോളിഡ് എങ്ങനെ കണ്ടുപിടിക്കാം? ഡെൻസിറ്റി ഓഫ് സോളിഡ് ഇൻറ്റു വോളിയം ഓഫ് സോളിഡ്. ഡെൻസിറ്റി ഓഫ് സോളിഡ് എങ്ങനെ കണ്ടുപിടിക്കാം? ജി തന്നിട്ടുണ്ട്, ജി റോ ഡബ്ല്യു ഇൻറ്റു വി എസ് ചെയ്യാം. ക്ലിയർ ആയോ? മാസ് ഓഫ് സോളിഡ് കാണണമെങ്കിൽ ഡെൻസിറ്റി ഓഫ് സോളിഡ് ഇൻറ്റു വി എസ്. ഡെൻസിറ്റീനെ ഞാൻ എന്ത് ചെയ്തു? സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ ടേംസിലേക്ക് മാറ്റി.
ജി എന്ന് പറഞ്ഞാൽ റോ എസ് ബൈ റോ ഡബ്ല്യു ആണ്. അപ്പം റോ എസ് ഞാൻ എന്ത് ചെയ്തു, ജി റോ ഡബ്ല്യു എന്ന്, കാരണം എനിക്ക് ജി അറിയാം ക്വസ്റ്റ്യനിൽ, ഡെൻസിറ്റി ഓഫ് വാട്ടറും അറിയാം. അപ്പം അതിൽ നിന്ന് എന്ത് കിട്ടും, മാസ് ഓഫ് സോളിഡ് കിട്ടും. അത് കിട്ടിയാൽ മാസ് ഓഫ് വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിച്ചാൽ വോളിയം ഓഫ് വാട്ടർ കിട്ടും. വോളിയം ഓഫ് വാട്ടർ കിട്ടിയാൽ വോളിയം ഓഫ് എയർ എങ്ങനെ കാണാം, വോളിയം ഓഫ് വോയിഡ് മൈനസ് വോളിയം ഓഫ് വാട്ടർ. ക്ലിയർ ആയോ? സംഭവം മനസ്സിലായോ? യെസ്, മനസ്സിലാവുന്നുണ്ട്. 2650 ആണ് ആൻസർ അല്ലേ? 2650യോ? എന്തിന്റെ ആൻസറാ? ഇപ്പൊ ഇത് മാസ്, ഇത് 2650, അത്രയും കിലോഗ്രാം. മാസ് ഓഫ് വാട്ടർ കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിച്ചിട്ട് വോളിയം ഓഫ് വാട്ടർ കാണാം. ദെൻ ഒരു സെക്കൻഡ് ഒന്ന് എടുത്ത് നിർത്തുമോ? ഞാൻ ആ PDF കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ ഇങ്ങനെ ക്ലാസ്സിൽ പറഞ്ഞു കൊടുത്തിട്ട് പിള്ളേർക്ക് ബസ് സോളിഡ് എങ്ങനെ ചെയ്യുന്നതെന്ന് തൊട്ടാണ് പറഞ്ഞു കൊടുക്കണം. അപ്പം നിങ്ങൾക്കിത് ഇങ്ങനെ എഴുതണോ അത് ഇപ്പം പറഞ്ഞത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണോ? ഞാൻ ആദ്യം അവരെ കാര്യം പറഞ്ഞു കൊടുത്തു, എന്നിട്ട് മാസ് ഓഫ് സോളിഡ് കണ്ടുപിടിച്ചു, മാസ് ഓഫ് വാട്ടർ കണ്ടുപിടിച്ചു, വോളിയം ഓഫ് വാട്ടർ കണ്ടുപിടിച്ചു, വോയിഡ് റേഷ്യോ കണ്ടുപിടിച്ചു. നിങ്ങളിപ്പോൾ ചെയ്തപ്പോൾ തിരിച്ചാണ് ചെയ്തേക്കണം. ഓക്കെ, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ലല്ലോ. എനിക്ക് തോന്നുന്നു ഇതായിരിക്കും. മിസ് പറഞ്ഞ പോലെ ചെയ്യാം. ഇനിയിപ്പോ തിരിഞ്ഞു ചിന്തിക്കണമെങ്കിൽ പിന്നെ പണിയായി പോലെ. ഇല്ല, തിരിഞ്ഞൊന്നും ചിന്തിക്കണ്ട, സെയിം സാധനം തന്നെ. ഞാൻ സ്റ്റെപ്പ് കൊടുത്തപ്പോൾ അവർക്ക് തിരിച്ചു കൊടുത്തു എന്നുള്ളൂ. പറഞ്ഞു കൊടുത്തപ്പം ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ബോർഡിൽ ഇക്വേഷൻ ചെയ്തിട്ട് അവരോട് ആദ്യം ഞാൻ മാസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞു. കുഴപ്പമില്ല, നിങ്ങൾ ഈ ചെയ്യുന്ന പോലെ പൊക്കോ. കണക്ട് ചെയ്ത് ചെയ്യാൻ ഇത് എളുപ്പം. വോളിയം ഓഫ് എയർ എത്ര വരുമെന്ന് പറയണം. mass of solid is equal to density of solid into volume of solid അല്ലേ? അപ്പൊ അതും mass of solid 2650 തന്നെ. 2650 കിട്ടി. മാസ് ഓഫ് വാട്ടർ എത്ര തന്നെ കിട്ടും? മാസ് ഓഫ് വാട്ടർ കൂടെ കണ്ടുപിടിക്കണം. എന്നിട്ട് വേണം വോളിയം ഓഫ് വാട്ടർ കാണാൻ. മാസ് ഓഫ് വാട്ടർ 2650 into 0.12 അല്ലേ മിസ്? 318 കിലോഗ്രാം. മാസ് ഓഫ് വാട്ടർ 318 കിലോഗ്രാം കിട്ടും. ദെൻ വോളിയം ഓഫ് വാട്ടർ വോളിയം ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ ഡെൻസിറ്റി ഓഫ് വാട്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ? 0.318. 0.318 കിട്ടും മീറ്റർ ക്യൂബ്. അപ്പോൾ വോളിയം ഓഫ് എയർ എത്ര കിട്ടും? Volume of air is equal to volume of വോയിഡ് മൈനസ് minus volume of water അല്ലേ? 0.67 minus 0.318. 0.352. 352. എന്താ അതിനർത്ഥം? നമ്മുടെ ടോട്ടൽ വോളിയം 1.67 ആയിരുന്നു അല്ലേ? അതിൽ വോളിയം ഓഫ് എയർ എന്ന് പറയുന്നത് 0.352 m³ ഉണ്ട്. ഓക്കെ, അത്രയും m³ വാട്ടറും കൂടെ ആഡ് ചെയ്താൽ 1.67 m³ നമുക്ക് ഫുള്ളി സാച്ചുറേറ്റഡ് ആക്കാം. ക്ലിയർ ആയോ? ഒന്നും കൂടി പറയാം. ടോട്ടൽ വോളിയം 1.67 ആയിരുന്നു അല്ലേ? സോയിൽ സാമ്പിളിന്റെ വോളിയം 1.67 ആയിരുന്നു. അതില്
വോളിയം ഓഫ് സോളിഡ് 1 ആണ്, വോളിയം ഓഫ് വാട്ടർ 0.318 ആണ്, വോളിയം ഓഫ് എയർ 0.352 ആണ്. ആ 1.67നെ നമുക്ക് ഫുള്ളി സാച്ചുറേറ്റഡ് ആക്കണമെങ്കിൽ എന്ത് വേണം? ആ എയറിൻ്റെ വോളിയം കൂടെ വാട്ടർ ആഡ് ചെയ്യണം. അതായത് 1.67 m³ ഫുള്ളി സാച്ചുറേറ്റഡ് ആകണമെങ്കിൽ 0.352 m³ വാട്ടർ നമ്മൾ ആഡ് ചെയ്യണം. ക്ലിയർ അല്ലേ? അഡീഷണലി നമ്മൾ അത്രയും വാട്ടർ കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1.67 m³ 0.352 m³ വാട്ടർ ആഡ് ചെയ്യണം ഫുള്ളി സാച്ചുറേറ്റഡ് ആക്കാൻ. അങ്ങനെയാണെങ്കിൽ 100 m³ സാമ്പിളിന് എത്ര വാട്ടർ വേണ്ടി വരും? 100/1.67 അങ്ങനെയല്ലോ, 0.352 ഡിവൈഡ് ബൈ 1.67 ഇൻറ്റു 100. ക്ലിയർ ആയോ? സംഭവം മനസ്സിലായോ? 1.67ന് 0.352 m³ വാട്ടർ ആഡ് ചെയ്താൽ 1.67 m³ ഫുള്ളി സാച്ചുറേറ്റഡ് ആവും. അങ്ങനെയാണെങ്കിൽ 100 m³ എന്തോരം വേണം? 0.352 ഇൻറ്റു 100 ബൈ 1.67 21.07 m³. അത്രയും വോളിയാണ് അല്ലേ? അത്രയും വോളിയം വാട്ടർ ആഡ് ചെയ്യണം. അങ്ങനെയല്ലേ കിട്ടിയേ? m³ ആണല്ലോ യൂണിറ്റ്. ആ, അതിനെ നമ്മളോട് ചോദിച്ചേക്കണ മാസാണ്. അപ്പൊ എങ്ങനെ മാസിലാക്കാം? വോളിയത്തിനെ മാസിലാക്കണമെങ്കിൽ ഇൻറ്റു 1000 ചെയ്യുക, ഡെൻസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡെൻസിറ്റി ഓഫ് വാട്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതുവരെ മനസ്സിലായോ? ഇവിടെ നോക്കുക, വോളിയം ഓഫ് എയർ 0.352 കിട്ടി. ഓക്കെ, അപ്പം ടോട്ടൽ വോളിയം 1.67ന് 0.352 m³ അഡീഷണൽ വാട്ടർ ആഡ് ചെയ്താൽ ഫുള്ളി സാച്ചുറേറ്റഡ് ആവും. അങ്ങനെയാണെങ്കിൽ 100 m³ സാമ്പിളിന് എത്ര എമൗണ്ട് ഓഫ് വോളിയം വാട്ടർ വേണം? 0.352 ബൈ 1.67 ഇൻറ്റു 100. വോളിയം അറിയാമെങ്കിൽ മാസിലേക്ക് എങ്ങനെ മാറ്റും? ഇൻറ്റു വാട്ടറിൻ്റെ ഡെൻസിറ്റി വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇത് ശരിക്കും ഒന്നുമില്ല, സിമ്പിൾ പ്രോബ്ലം. ഇതിനകത്ത് നമ്മളെ കോമൺ സെൻസ് മതി ഇത് ചെയ്യാൻ. പക്ഷെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കണക്ട് ചെയ്താലേ നമുക്ക് കാര്യങ്ങൾ കിട്ടുള്ളൂ. എല്ലാവരുടെയും കിളി പോയോ? ഇതില് ഈ മാത്തമാറ്റിക്സ് സിമ്പിൾ ആണ്, പക്ഷെ ഇതിന്റെ ഇക്വേഷൻസ് മനസ്സിൽ ശരിയാക്കി വെക്കുക എന്നുള്ളതാണ് ഒരു ടാസ്ക്. അതിനാണ് ഞാൻ 3 ഫേസ് ഡയഗ്രാം പറഞ്ഞു തന്നത്. എന്താണ് വോളിയം, വോളിയം ഓഫ് സോളിഡ്, വോളിയം ഓഫ് എയർ, വോളിയം ഓഫ് വാട്ടർ. ആ ഡയഗ്രാം പ്രോബ്ലം കുറച്ച് ഒറ്റയ്ക്ക് ആൻസർ നോക്കാതെ ട്രൈ ചെയ്ത് പഠിക്കാൻ പറ്റും, കുഴപ്പമുണ്ടാവില്ല. ഇപ്പോഴാണ് ഞങ്ങൾക്കൊരു തപ്പ് വരുന്നത്. ഇതിനകത്ത് ഹോംവർക്ക് ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല, അല്ലാത്തവർക്ക് പെട്ടെന്ന് ക്ലാസ്സിൽ കയറി ഒന്നിരിക്കല്ലേ. അപ്പോൾ അവിടെയാണ് ഒരാഴ്ച കഴിഞ്ഞിട്ട് വരണേ. ജസ്റ്റ് എപ്പോഴെങ്കിലും ഒന്ന് മറിച്ച് അറിയാം, സമയം കിട്ടത്തില്ല. ഞാനാണെങ്കിലും മറിച്ചൊക്കെ തന്നെ കയറിയിരിക്കുള്ളൂ. പക്ഷെ സമയം കണ്ടെത്തി ഒന്ന് നോക്കിയിട്ട് കയറുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിരിക്കും.
ക്വസ്റ്റ്യൻ മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെയാണ് മിസ്സേ. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. ഇതിൽ മിണ്ടണവർ മാത്രമേ മിണ്ടുള്ളൂ, ബാക്കി എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിച്ചോട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇനി ഇതിൽ കൂടുതൽ ഇതിനകത്ത് ചെയ്യിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ട് വരുമ്പോഴേ കുറച്ചുകൂടെ മനസ്സിലാവുള്ളൂ. കേൾക്കുമ്പോൾ നമുക്കെല്ലാം മനസ്സിലാവും. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് തന്നെ ചെയ്യാൻ പറ്റുമോ നോക്കുമോ? നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം, എന്നിട്ട് നമുക്ക് നിർത്താം. ഇന്ന് എല്ലാവരും അടുത്തു എനിക്ക് തോന്നണം. ഇതും കൂടെ ചെയ്തിട്ട് ഞാൻ വിടാം. ഞാൻ ഈ ക്ലാസ്സിൽ ചെയ്യിച്ച പ്രോബ്ലംസ് മീൻസ് അതുപോലത്തെ പ്രോബ്ലംസ് ആണ് കണ്ടേക്കണം മോസ്റ്റ് പ്രോബബിളി. അത് നോക്കാതെ പോകരുത്. 24 സ്കീമിൽ ഇനി വേറെ എന്തെങ്കിലും വ്യത്യാസം വരുമോയെന്ന് എനിക്കറിയില്ല. കാരണം 19 സ്കീമിൻ്റെ സെയിം സിലബസ് തന്നെയാണ് നിങ്ങൾക്ക്. ചെറിയ വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെന്നേ ഉള്ളൂ മൊഡ്യൂളിൽ. ചില ടോപ്പിക്ക് ചില മൊഡ്യൂളിൽ നിന്ന് അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് ഇട്ടു എന്നുള്ള വേരിയേഷൻ അല്ലാതെ വേറെ പ്രത്യേകിച്ച് സിലബസ് ചേഞ്ച് ഒന്നും ഇല്ല. ടു 2.67 അല്ലേ മാം? 9 അല്ലേ? 6-9.
എഴുതിയോ? Yes, yes. എല്ലാവരും എഴുതി ഉണ്ടാവും. മിസ്സേ. A compacted cylindrical specimen 50 mm diameter and 100 mm length is to be prepared from an oven dried soil. If the specimen is required to have a water content of 15% and percentage of air voids 20%, calculate mass of soil and water required for the preparation of sample. ഒരു സിലിണ്ടറിക്കൽ സ്പെസിമെനാണ്, 50 mm ഡയമീറ്ററും 100 mm ലെങ്ത്തും ഉള്ള ഒരു സ്പെസിമെൻ നമുക്ക് ഉണ്ടാക്കണം. ഓവൻ ഡ്രൈ ചെയ്ത സോയിലാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സ്പെസിമെനിൽ 15% വാട്ടർ കണ്ടൻറ്റും വേണം, എയർ വോഡ് 20% വേണം. അങ്ങനെയാണ് എങ്കിൽ എത്ര മാസം സോയിൽ എടുക്കണം, എത്ര എമൗണ്ട് ഓഫ് വാട്ടർ ആഡ് ചെയ്യണം? എങ്ങനെ കണ്ടുപിടിക്കാം? ജിജോയ്ക്ക് പ്ലസിക്കും ജോബിക്കും പെട്ടെന്ന് പറയാൻ പറ്റുമായിരിക്കും, ഒരു ഐഡിയ കിട്ടുമായിരിക്കും എങ്ങനെ ചെയ്യാമെന്നുള്ളത്. ഒരു സാമ്പിൾ ഉണ്ടാക്കണം, അതിൻ്റെ മൗണ്ടിൻ്റെ സൈസ് അറിയണം, വാട്ടർ കണ്ടൻറ്റ് ഇത്ര കൊടുക്കണം, എയർ വോയിഡ് ഇത്ര %, അങ്ങനെയെങ്കിൽ എത്ര സോയിലും എത്ര എമൗണ്ട് ഓഫ് വാട്ടറും വേണം. വോളിയം സിലിണ്ടറിന്റെ അത് കണ്ടുപിടിക്കേണ്ടി വരുമല്ലോ. അത് കണ്ടുപിടിക്കണം എന്തിനാ? ടോട്ടൽ വോളിയം കിട്ടണ്ടേ? വേണോ? അതായത് ആ സിലിണ്ടറിന്റെ വോളിയം എന്തോരം ആണോ അത്രയും വോളിയം ഓഫ് സാമ്പിളാണ് നമ്മൾ എടുക്കണം. അതായത് ആ സാമ്പിൾ എന്ന് പറയുന്നതിൽ എന്തൊക്കെ കാണും? വോളിയം ഓഫ് സോളിഡ് കാണും, വോളിയം ഓഫ് എയർ കാണും, വോളിയം ഓഫ് വാട്ടർ കാണും. ഓക്കെ, അപ്പം ആ ഓരോന്നും സോളിഡിൻ്റെ വോളിയം എത്ര, വാട്ടറിൻ്റെ വോളിയം എത്ര, എയറിൻ്റെ വോളിയം എത്ര, അതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ അത് ഐഡൻറ്റിഫൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മാസിലേക്ക് എത്തിക്കാം. ആ വോളിയത്തിനെ മാസിൻ്റെ ടേംസിലേക്ക് ചെയ്താൽ മതി. ക്ലിയർ ആയോ? ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് വോളിയം ഓഫ് സോളിഡ് പ്ലസ് വോളിയം ഓഫ് വാട്ടർ പ്ലസ് വോളിയം ഓഫ് എയർ ആണ്. ഈ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ സിലിണ്ടറിൻ്റെ വോളിയമാണ്, πr²h ആണ്. ഈക്വൽ ടു എന്താണ്? വോളിയം ഓഫ് സോളിഡ് പ്ലസ് വോളിയം ഓഫ് വാട്ടർ പ്ലസ് വോളിയം ഓഫ് എയർ ആണ്. നമുക്ക് വേണ്ടത് മാസാണ്, വോളിയല്ല. അപ്പം ഇതിനെ എന്ത് ചെയ്യാം? മാസിൻ്റെ ടേംസിലേക്ക് ആക്കി എഴുതാം. അല്ലെങ്കിൽ വോളിയം ഓഫ് സോളിഡ് എത്രയാണ്, വോളിയം ഓഫ് വാട്ടർ എത്രയാണ്, വോളിയം ഓഫ് എയർ എത്രയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. അതെങ്ങനെ ചെയ്യാം? അതിന് നമ്മൾക്ക് അസ്യൂം ചെയ്യണം മാസ് ഓഫ് സോളിഡ് എന്ന് പറയുന്നത്, സോയിലിലെ സോളിഡ് എന്ന് പറയുന്നത് MS ആണെന്ന് അസ്യൂം ചെയ്യാം. അപ്പം VS എങ്ങനെ കണ്ടുപിടിക്കാം? മാസ് ഓഫ് സോളിഡ് ബൈ ഡെൻസിറ്റി ഓഫ് സോളിഡ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു
മാസ് ബൈ ജി റോ ഡബ്ല്യു. ക്ലിയർ ആണോ? വോളിയം ഓഫ് വാട്ടർ എങ്ങനെ കണ്ടുപിടിക്കാം? മാസ് ഓഫ് വാട്ടർ ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. മാസ് ഓഫ് വാട്ടർ എങ്ങനെ എഴുതാം? വാട്ടർ കണ്ടൻറ്റ് ഇൻറ്റു മാസ് ഓഫ് സോളിഡ്സ് ബൈ റോ ഡബ്ല്യു. വോളിയം ഓഫ് എയർ എങ്ങനെ കണ്ടുപിടിക്കാം? പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ്സ് തന്നിട്ടുണ്ട് ഇൻറ്റു ടോട്ടൽ വോളിയം ചെയ്താൽ വോളിയം ഓഫ് എയർ കിട്ടും. ക്ലിയർ ആയോ? ഹലോ. ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് സോളിഡും വാട്ടറും എയറും കൂടെ കൂടുന്ന വോളിയമാണ്. നമുക്ക് സിലിണ്ടറാണ് തന്നേക്കണം. അപ്പോൾ ആ സിലിണ്ടറിൻ്റെ വോളിയം എന്തിനോട് ഈക്വലാണ്? സോളിഡ് പ്ലസ് വാട്ടർ പ്ലസ് എയറിൻ്റെ വോളിയത്തിനോട് ഈക്വലാണ്. അപ്പോൾ ഈ 3 വോളിയം നമുക്ക് കിട്ടിയാൽ എന്ത് കിട്ടും? മാസ് കണ്ടുപിടിക്കാം. അപ്പോൾ മാസ് കാണാൻ മാസ് ഓഫ് വാട്ടർ മാസ് ഓഫ് സോയിലും കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് അറിയില്ല എത്ര ഒരു സോയിൽ മാസ് ഉണ്ട്. 10 കിലോഗ്രാം സോയിലാണെങ്കിൽ ആ സോയിൽ സോളിഡും കാണും, എയറും കാണും, വാട്ടറും കാണും. അപ്പോൾ അതിൽ സോളിഡിൻ്റെ വോളിയം, അതായത് അതിനകത്ത് ആ സോയിൽ പാർട്ടിക്കിളിൻ്റെ വോളിയം, സോളിഡ് പാർട്ടിക്കിളിൻ്റെ വോളിയം ഞാൻ അസ്യൂം ചെയ്യാണ് MS ആണെന്ന്. അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് സോളിഡ് എന്ന് പറയുന്നത് എന്താണ്? മാസ് ഓഫ് സോളിഡ് ബൈ ഡെൻസിറ്റി ഓഫ് സോളിഡ് ആണ്. ആ ഡെൻസിറ്റീനെ ഞാൻ റീപ്ലേസ് ചെയ്തു സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ ടേംസിൽ G⍴W. വോളിയം ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഓഫ് വാട്ടർ ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്. വാട്ടർ കണ്ടൻറ്റ് അറിയാം, മാസ് ഓഫ് സോളിഡ് MS ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാസ് ഓഫ് വാട്ടർ എങ്ങനെ കണ്ടുപിടിക്കാം? വാട്ടർ കണ്ടൻറ്റ് ഇൻറ്റു MS. അതിനെ ഞാൻ സോളിഡ്സിൻ്റെ ടേംസിലേക്ക് ആക്കി. പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ് തന്നാൽ നമുക്ക് വോളിയം ഓഫ് എയർ കാണാം. ഡയറക്റ്റ് ഇക്വേഷനാണ് NA ഇൻറ്റു V. ഇത് 3ഉം ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. MS ബൈ G⍴W പ്ലസ് W ഇൻറ്റു MS ബൈ ρW പ്ലസ് NA ഇൻറ്റു V. ഓക്കെ, ഇതിലെല്ലാം നമുക്കറിയാം. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പം ഈ മാസ് ഓഫ് സോളിഡ് നമുക്ക് കിട്ടും. അതായത് സോയിലിൽ എത്രത്തോളം സോളിഡ്സിൻ്റെ മാസ് ഉണ്ടെന്ന് കിട്ടും. അതാണ് സോയിലിലെ സോളിഡിൻ്റെ മാസ്. ദെൻ മാസ് ഓഫ് സോളിഡ് കിട്ടിയാൽ മാസ് ഓഫ് വാട്ടർ എങ്ങനെ കാണാം? W ഇൻറ്റു MS. ക്ലിയർ ആയോ? ഹലോ. ഓക്കെ സർ. ഓക്കെ സർ, ഒരു വികാരമില്ലാത്ത ഓക്കെയാണ്. നിങ്ങൾക്ക് ഞാൻ സ്റ്റെപ്പ് കാണിച്ചു തരാം. ഇതാണ് കൺസെപ്റ്റ്. ഓക്കെ, ഇത് മൂവ് ചെയ്യാത്ത സ്റ്റെപ്പ്. ഓക്കെ, ഒരു കാര്യം ചെയ്യും. അത് അങ്ങനെ എഴുതുവാണോ നിങ്ങൾക്ക് താല്പര്യം? എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഒരു കാര്യം ചെയ്യാം, ഇങ്ങനെ എഴുതിക്കോ. അസ്യൂം ചെയ്യുക മാസ് ഓഫ് സോളിഡ് MS ആണെന്ന്. ഇൻ കിലോഗ്രാം. ഇപ്പോൾ വാട്ടർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ W MS ആണെന്ന്. ടോട്ടൽ വോളിയം V ആണ്. അപ്പോൾ വോളിയം ഓഫ് സോളിഡ് പ്ലസ് വോളിയം ഓഫ് എയർ പ്ലസ് വോളിയം ഓഫ് വാട്ടർ. ഇനി വോളിയം ഓഫ് സോളിഡ് എത്രയാണ് ഇൻ ടേംസ് ഓഫ് MS-ൽ? വോളിയം ഓഫ് വാട്ടർ എത്രയാണ്? വോളിയം ഓഫ് എയർ. ടോട്ടൽ സാമ്പിളിൻ്റെ വോളിയം കിട്ടും. ദെൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. V = VS. ദെൻ അതിൽ സിംപ്ലിഫൈ ചെയ്ത് മാസ് ഓഫ് സോളിഡ്സ് കണ്ടുപിടിക്കുക.
യെസ് മാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കുക മാസ് ഓഫ് സോളിഡ് സിംപ്ലിഫൈ ചെയ്ത്, എന്നിട്ട് മാസ് ഓഫ് വാട്ടർ. കിട്ടിയോ മാസ് ഓഫ് സോളിഡ്സ്? കിട്ടിയോ ആൻസർ?
മാസ് കിട്ടിയോ? 0.30 kg. ആ. Then mass of water. Mass of water 0.045. ടോട്ടൽ മാസ് ഓഫ് സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. മാസ് ഓഫ് സോയിൽ, മാസ് ഓഫ് വാട്ടർ, മാസ് ഓഫ് എയർ 0 ആണ്. ടോട്ടൽ മാസ് ചോദിച്ചിട്ടില്ല, ഇനി ചോദിച്ചാൽ ചെയ്ത് കഴിഞ്ഞോ? ടോട്ടൽ മാസ് ഓഫ് സോയിൽ എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ ആഡ് ചെയ്യണം. ഹലോ, ഹലോ, യെസ് മാം. കിട്ടിയോ? ആ ഓക്കെ. ചെയ്തോണ്ടിരിക്കും. ആ ഓക്കെ, ചെയ്യും. ഞാൻ അറ്റൻഡൻസ് വിളിക്കാവേ. അഫ്സൽ. 5.2. ഹലോ ആ പറഞ്ഞോ. മസി 5.217 into 10⁻⁻⁴ എങ്ങനെയാ ഇവിടെ കിട്ടുക? ആ 3.92 into 10⁻⁻⁵ മനസ്സിലായി. 1/2690 എഴുതി വെച്ചേക്കണേ. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, അഫ്സൽ ഉണ്ടോ? അജിത്ത്, അമർനാഥ്, അനൂപ്, അനുലാൽ, ബാബു, ബിമൽ ദേവ്, ബ്ലെസ്സി, സെലിൻ, ദിവ്യ, Present miss. ഋതിക, Present miss. ഫാത്തിമ, അബ്ബാസ്, Present miss. ഫാത്തിമ ഫിസ, ഫാത്തിമ ഹന്ന, Present miss. ഫൗസിയ, Present miss. ജിജോ, ഹസീന, Present ma'am. ജോബി, പ്രസന്നസ്. മധുസൂദനൻ, പ്രസന്റ് മാം. മൻസൂക്ക്, Present ma'am. രാജശ്രീ, Present miss. രാകേഷ്, Present miss. റസിയ, Present miss. സാന്ദ്ര, Present miss, present miss. സിന്ധു, Present ma'am. സൂര്യ, Present miss. ഉമാദേവി, Present ma'am. വൈശാഖ്, Present ma'am. വിജിത. Present miss. ഓക്കെ, ഫാത്തിമ ഫിസ ഉണ്ടോ? ഫാത്തിമ ഫിസ. ഓക്കെ, ഇനി ഒരു 2 പ്രോബ്ലം ഉണ്ട് ഇതിൽ. ഇത് ഞാൻ ക്ലാസ് ചെയ്യിക്കണില്ല, നിങ്ങൾ വായിച്ചു നോക്കുക.
ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇനി ഇത് ഞാൻ ക്ലാസ് ചെയ്ത ഒരു ദിവസം പോവും. ഇനി മൊഡ്യൂളിൽ പകുതി ആയിട്ടുള്ളൂ ഫസ്റ്റ് മൊഡ്യൂള്. ഇനി അതിനകത്ത് കുറേ ടോപ്പിക് ഉണ്ട്. ഞാൻ ഇപ്പോൾ ഇത്ര വരെയുള്ള നോട്ട് ഇട്ടിട്ടുള്ളൂ, ബാക്കി നോട്ട് ഞാൻ നാളെ ഷെയർ ചെയ്ത് തരാവേ. അപ്പം എല്ലാവരും ആ 2 പ്രോബ്ലം നോക്കണം.